ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സ്കാൽപ്പ് വർക്ക്, ഷാളിലൊക്കെ നമ്മൾ സ്കാൽപ്പ് വർക്കൊക്കെ ചെയ്യാറില്ലേ. നമ്മുടെ സാധാരണ നോർമൽ മെഷീനിൽ എങ്ങനെയാണ് സ്കാൽപ്പ് വർക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തുണിയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വരക്കാൻ വേണ്ടി പറ്റും. അഥവാ അങ്ങനത്തെ കട്ടിയുടെ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പറിലും വരക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെ കവറൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തേതായാലും പ്രശ്നമില്ല കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് ഇതുപോലെ ഒരു ഇങ്ങനെ മൂടി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അതിന് മുൻപേ മുകളിൽ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം ആ രണ്ട് ലൈൻസിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ സ്കാൽപ്പിൻ്റെ ആ ഒരു ഡിസൈനില്ലേ, അതുപോലെ ഇങ്ങനെ വരച്ചെടുത്താൽ കറക്റ്റായിട്ട് എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു ലൈൻ ഇങ്ങനെ മുകളിലും താഴും വരച്ചിട്ട് അതിലിങ്ങനെ ഏതെങ്കിലും ഡബ്ബേൻ്റെ മൂടിയോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ ഇങ്ങനെ റാ അങ്ങനത്തെ ഒരു ഷേപ്പാണല്ലോ ഈ സ്കാൽപ്പ് വർക്കിൻ്റെ ഡിസൈൻ വരുന്നത്. ആ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് കത്രിക ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രണ്ടെണ്ണം ജോയിൻ ചെയ്യുന്ന അതിൻ്റെ ഒരു മൂലയുണ്ട്. ആ ഒരു മൂല കറക്റ്റായിട്ട് വരണം. അപ്പോൾ അവിടെ നമ്മൾ മറ്റൊരു ഭാഗങ്ങളൊക്കെ വലിയ കത്രിക ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു മൂല ചെറിയൊരു സിസർ വെച്ച് നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് നല്ല ഷേപ്പ് തന്നെ കിട്ടും. ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വലിയ പേപ്പറിൽ ചെയ്യണമെന്നില്ല, ചെറിയൊരു പേപ്പറിൽ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ വരച്ച് ഒരു ഭാഗത്ത് വരക്കുക മെറ്റീരിയൽ, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ആദ്യം മാറ്റി വെച്ചിട്ട് അങ്ങനെ വരച്ചാലും മതി. വലിയ പേപ്പറിൻ്റെ ആവശ്യം ഇല്ല, ചെറിയൊരു പേപ്പർ ആയാലും പ്രശ്നമില്ല. ഒരു 5-6 സ്കാൽപ്പിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്ന രീതിക്കുള്ളൊരു പേപ്പർ ആയാലും മതി കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഒരു സിൽക്ക് കണക്കത്, അത് ഇങ്ങനെ കയ്യിൽ നിൽക്കാത്ത തെന്നി പോകുന്ന കണക്കത്തെ ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് കുറച്ച് വിട്ടിട്ട് താഴത്തേക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്നിങ്ങനെ വരച്ചെടുക്കാം. ഈ ഒരു പെൻസിൽ ഞാനിവിടെ നൂലും സൂചിയൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഒരെണ്ണത്തിന് 15 രൂപ 20 രൂപയായിട്ടും തോന്നുന്നുള്ളത്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. നമ്മൾ ഡ്രസ്സിലൊക്കെ ഡിസൈൻ വരക്കുന്ന ഈ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ഡിസൈനൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് വർക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കളർ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് തുണിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ മായ്ച്ച് കളഞ്ഞാൽ ഈ ഒരു പെൻസിൽ കൊണ്ട് വരച്ചത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് 4 ഭാഗത്തും, അതായത് 2 സൈഡ് വീതിക്കും നീളത്തിലും 4 ഭാഗത്തും ഇതേപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം. നമുക്കിത് അടിച്ചെടുക്കാം. ഞാനിവിടെ മെഷീനിൽ നോർമൽ ത്രെഡാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് സിൽക്കിൻ്റെ ത്രെഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുകളിലും അതുപോലെ താഴെ നമുക്ക് സിൽക്കിൻ്റെ ത്രെഡ് തന്നെ യൂസ് ചെയ്യാം. ഞാനിവിടെ സാധാരണ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മെഷീനിൽ മോട്ടറുണ്ട്, മോട്ടറിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. മോട്ടർ ഇല്ലാത്തവരാണെങ്കിൽ ചവിട്ടി ചലിക്കുന്നുണ്ടെങ്കിൽ ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ചെയ്തെടുക്കാൻ നല്ലോണം ടൈമും ആണ് കേട്ടോ. അതുപോലെ തന്നെ ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നാൽ മതി കേട്ടോ. നമ്മൾ ഒരു മൂലയിലേക്ക് എത്തിയിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് തുടങ്ങുമ്പോൾ ഇതുപോലെയൊക്കെ തിരിച്ച് വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം എൻ്റെ മോട്ടർ ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു വേഗത്തിലാവുന്നുണ്ട്. ചവിട്ടിയിട്ട് അടിക്കുന്നവരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സാധാരണ നൂലെടുത്തുകൊണ്ട് വലിയ ഷൈനിങ് ഇല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ മെറ്റീരിയൽ നല്ല വൃത്തിയിൽ നല്ല യൂസ് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് സിൽക്കിൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം. അതാകുമ്പോൾ കുറച്ച് ഷൈനിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഒരു ലെയർ ചെയ്തെടുത്തു. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ ഫസ്റ്റ് ചെയ്ത ഇതില്ലേ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സ്റ്റിച്ചും കൂടി ഇതേപോലെ ഫുള്ള് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 4 സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. 4 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് വീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ച് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 സ്റ്റിച്ച് ഇങ്ങനെ അടുപ്പിച്ച് ഇട്ട് കൊടുത്താൽ നല്ല തിക്കിൽ കിട്ടും. ഇപ്പം എൻ്റെ സാധാരണ നൂലായതുകൊണ്ട് വലിയ ഷൈനിങ് ഇല്ല. നിങ്ങൾ സിൽക്കിൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതെങ്കിൽ നല്ല ഷൈനിങ് തന്നെ കിട്ടും. നെറ്റിൻ്റെ ഷാളിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ സ്കാൽപ്പ് വർക്ക് സിൽക്കിൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണ വീട്ടിലുണ്ടായിരുന്ന തുണി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ 4 ലെയർ ഒന്ന് ഇട്ട് കൊടുക്കാം.
അങ്ങനെ ഞാനിവിടെ 4 ലെയർ ഇതാ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു തിക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടി തിക്ക് വേണമെന്നില്ലവർ 2 ലെയറും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ സൈഡ് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ടാണ് സൈഡ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരാണെന്നെങ്കിൽ നമുക്ക് സാധാരണ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് കളയാം. അപ്പോൾ നൂല് വലിയുന്ന മെറ്റീരിയൽ ആണെങ്കിൽ കത്രിക ഉപയോഗിച്ച് കട്ട് കളഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡ് ഒരു മെഴുകുതിരിക്കുക അങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ ഉരുക്കി കൊടുക്കണം. കത്തിപ്പോവരുത്, ജസ്റ്റ് ഇങ്ങനെ ഉരുക്കാൻ അറിയില്ല, അതുപോലെ ഒന്ന് ഉരുക്കി കൊടുത്തിട്ട് സെറ്റാക്കിയാൽ മതി. നെറ്റിൻ്റെ ഷാളിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഇതുപോലെ സോൾഡറിങ് അയൺ വെച്ച് ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സിസർ വെച്ചിട്ട് തന്നെ നല്ല വൃത്തി കട്ട് ചെയ്യാം. ഞാൻ മുൻപ് ഒരു മറ്റേ ഓവർ കോട്ടിൽ ഇത് എനിക്ക് സ്കാൽപ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയിൻ സ്റ്റിച്ച് എന്ന് കൈവച്ചാണ് ചെയ്തത്, ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് ചെയ്തത്. അത് ഞാൻ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. നല്ല ഫിനിഷിങ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നെറ്റ് നിങ്ങൾക്കറിയാം, നൂല് വലിയ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും നെറ്റിൻ്റെ മെറ്റീരിയലിന് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയിൽ കത്രിക ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുന്ന വെച്ചാൽ കുറച്ചും കൂടി എളുപ്പം. സോൾഡറിങ് അയൺ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കത്രിക വെച്ചിട്ട് ചെയ്യുന്ന ടൈമിനേക്കാളും വേഗത്തിൽ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ്. പക്ഷേ എനിക്കിതിനേക്കാളും ഇഷ്ടം കത്രിക വെച്ച് കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ഇതൊക്കെ അത്ര വലിയൊരു എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വാങ്ങിയതേ ഉള്ളൂ, ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ സിസർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടും കൂടി ഞാൻ ജസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.